കോൺട്രാക്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. മൈൻക്രാഫ്റ്റ് ആഡ്കോർ സീരീസ് സ്റ്റാർട്ട് ചെയ്തേക്കാണ്. നമുക്ക് നോക്കാം. സോ നമ്മൾ കുറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ ഫ്രണ്ട്സ്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ മരം വെട്ടി തുടങ്ങാം അല്ലേ ഫ്രണ്ട്സ്. നമ്മൾ ഒരുപാട് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അറിയാം. ക്രിസ്മസിന് വീഡിയോ വന്നില്ല, അതുപോലെ തന്നെ ന്യൂ ഇയറിന് ഉണ്ടായിരുന്നില്ല, നമുക്ക് ഇടാൻ പറ്റിയിരുന്നില്ല ഗൈസ്. നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്തു, പക്ഷേ അതൊന്നും നടന്നില്ല. ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഓക്കെ, നമ്മൾ അങ്ങനെ ഹാർഡ് കോറായിട്ട് വന്നേക്കുകയാണ്. സോ ഹാർഡ് കോർ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 100 days ചാലഞ്ചായിട്ട് വന്നേക്കുകയാണ് ഗൈസ്. നമുക്ക് നോക്കി വെക്കാം എത്ര ദിവസം പോകുമെന്ന് നോക്കാം. മേ ബി നമുക്ക് 100 days കംപ്ലീറ്റ് ചെയ്യണം. അതിനുള്ളിൽ ഡ്രാഗനെ കൊല്ലണം എന്നൊക്കെ ഉണ്ട്, ഡ്രാഗനെ ഡിഫീറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. സോ നമുക്കത് നോക്കാം. ഒരു വെറൈറ്റി സീരീസ്. സോ എന്നാൽ നമുക്ക് 100 days ചലഞ്ച് നമുക്ക് ഏറ്റെടുത്തേക്കാം അല്ലേ. നമുക്കിതൊന്നൊരു പുത്തിരിയില്ല ഗൈസ്. ഗൈസ്, ഞങ്ങളെല്ലാവരും അറിഞ്ഞു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ആക്ന്യൂർ സെർവർ എൻഡ് ആയത്. അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ സെർവർ എൻഡ് ആയിട്ടുണ്ട്. അത് ഭയങ്കര സാഡായിരുന്നു, ഭയങ്കര സാഡ് മൊമെൻ്റ് ആയിരുന്നു. നമ്മുടെ ആക്ന്യൂർ സീസൺ 1 നമ്മൾ ഫുള്ളി എൻഡ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യലി അറിയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ഇട്ടിരുന്നു, സ്റ്റോറി ഇട്ടിരുന്നു. അതുപോലെ തന്നെ എൻ്റെ അക്കൗണ്ടിലും ഞാൻ ഇട്ടിരുന്നു ഗൈസ്. അപ്പം നമ്മളങ്ങനെ അഗ്നി എൻഡ് ചെയ്തു. അപ്പം നമ്മൾ വയ്യാതാരമായി, നമ്മളിപ്പോൾ അനാഥമായ പ്രീതമാണ് ഗൈസ്. സോ ഓക്കെ, അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ വേറെ എന്തെങ്കിലും പരിപാടി പിടിക്കണ്ട ഗൈസ്. സോ അതാണ്. അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഗൈസ്. പുതിയ പരിപാടി ഇറങ്ങി. ഹാർഡ് കോർ സീരീസ് നമ്മളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു ഗൈസ്. നമ്മളെ കൊണ്ട് വിചാരിക്കാൻ പറ്റും, കംപ്ലീറ്റ് ചെയ്യണം ഗൈസ്. 100 days ചലഞ്ച് കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ ഗൈസ്. ഒന്നും ഉണ്ടാകുമ്പോന്നില്ല. സോ എന്തായാലും ഫസ്റ്റ് നമുക്ക് ഫുഡ് ഗ്രൈൻഡ് ചെയ്യാം. പിന്നെ എന്തായാലും ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ എടുത്തെന്നുള്ളൂ. നമുക്ക് എന്തായാലും നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ബേസ് വെക്കാൻ പറ്റിയൊരു ഏരിയ നമുക്കൊന്ന് കണ്ടുപിടിച്ചിട്ട് അവിടെ ബേസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പം നമ്മൾ കൂടുതൽ വലിച്ചു കിട്ടുന്നൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്യാം, എന്തെങ്കിലുമൊക്കെ കാണുക, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ബേസ് കണ്ടുപിടിച്ച് അവിടെ. സോ ഇന്നങ്ങനെ വലുതായിട്ടൊരു ഇതൊന്നും ഇല്ല. ജസ്റ്റ് നമുക്കിപ്പം ഞാനൊരു വീഡിയോ എടുക്കുക എന്നുള്ളതിൽ മാത്രമാണ്. നമുക്കിപ്പം ഇന്നത്തെ ചാലഞ്ച് അല്ലെങ്കിൽ ഇന്ന് എന്ത് കംപ്ലീറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലുണ്ടാക്കാം ഗൈസ്. തൽക്കാലം അപ്പോൾ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഐസ് ഭയമാണ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു ഒരു ബേസിക് പ്ലേസിലെത്തിയിട്ട് നമുക്കൊരു ബേസ് വെക്കാൻ പറ്റിയൊരു പ്ലേസിലെത്തിയിട്ടേ വീഡിയോ എൻഡ് ചെയ്യാം. എനിക്ക് തോന്നുന്നു അതാണ് നല്ലത്. അല്ലാതെ അയൺ ആർമർ അതൊക്കെ വീഡിയോ ലെങ്ത്ത് കൂട്ടും. സോ ഒരു വീഡിയോയിൽ 5 days വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മൈൻക്രാഫ്റ്റിലെ 5 days, ഇത് ലെങ്ത്ത് കൂട്ടരുതല്ലോ. 5 days അതിന് മീതൊക്കെ നമുക്ക് കൊണ്ടുപോകാം. പക്ഷേ നമുക്ക് നോക്കാം ഗൈസ്. ഞാൻ എന്തായാലും ചില ദിവസം നമുക്കെന്തായാലും മൈൻക്രാഫ്റ്റിലെ 100 days ആണ് ഗൈസ്. അതിന് ഇതാവെന്ന് പറയുമ്പോഴത്തേന് പോവും എന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കി നോക്കാം എത്ര ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും നോക്കി നോക്കണം. കാരണം ഇതിനു മുമ്പ് ഞാൻ റെക്കോർഡ് ചെയ്തു, പക്ഷെ അത് ഞാൻ ഗെയിം ഓണാക്കി വെച്ച് പോയി. സോംബി വന്നു കൊന്നു. സോ ഫുള്ളി പോയി. പിന്നെ ഇത് രണ്ടാമത് എടുക്കുന്ന വീഡിയോ ആണ്. സോ കേവൊക്കെ ഉണ്ട്, നമുക്കതൊന്നും മൈൻഡ് ചെയ്യേണ്ട. സോ എന്തായാലും ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നമുക്ക് ബേസ് വെക്കാൻ പറ്റിയ ഏരിയയിൽ എത്തിയിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ. സോ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമുക്കൊരു വില്ലേജും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. നമ്മൾ വന്നു ലൂട്ട് എടുത്തപ്പോഴാണ് വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട കാര്യം മറന്നത്. സോ അപ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ നമ്മളിവിടെ ആംഗിളിൽ കാണുന്നുണ്ട്. നമ്മൾ വെറുതെ വിടാൻ പോവാണ് എന്ന് വിചാരിക്കേണ്ട. കൊന്നില്ലെങ്കിലേ ഉള്ളൂ ഗൈസ്. ഒരു മിനിറ്റ്, കൊല്ലണോ? എന്തെല്ലാവട്ടെ. സോ എന്നാലും ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്തത് മാത്രം. നമുക്കിനിപ്പം നേരെ പോയേക്കാം. നമുക്ക് വില്ലേജിൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ആംഗിളൊക്കെ കൊന്നേക്കാം. വില്ലേജേഴ്സിനെ പൂട്ടുന്ന
എടാ മൈ ഗോഡ് ഗൈസ്, ഇതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. നമ്മൾ ഹാർഡ് കോർ സീരീസ് കളിക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ്. എന്തായാലും നമുക്ക് പുള്ളിക്കാരൻ ഓടി എത്തുമ്പോഴത്തേക്കും അതെന്താ ശാങ്കോളം ഗ്ലിച്ചടിച്ചു. എന്താ അത് ഇന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ? യെസ്, ഇങ്ങനെ ഓരോരോ അത്ഭുതങ്ങൾ നമ്മുടെ എൻ്റെ മാത്രം ഗെയിം പ്ലേയിൽ നടക്കുന്ന ഒരു കാര്യമാണ്. സോ എന്നാൽ നമുക്ക് നോക്കാം. ഉൾക്കുണ്ടോ ഒന്നല്ലെങ്കിൽ അയങ്കോളം അല്ല. യെസ്, ഇത്രേ ഉള്ളൂ. ഡ്രാഗോസിന് മുന്നിൽ എല്ലാവരും മുട്ട് കുത്തിക്കും. ഓക്കെ, എന്താ ചെയ്യാം. എന്നിപ്പോൾ നമുക്കൊരു ബെഡ് ഇവിടെ നിർത്തേക്കാം. നമ്മൾ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകുന്നില്ല ഗൈസ്. ക്യാരറ്റും ബെഡും മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ. ബ്രോ അപ്പ് സ്ലിപ്പ്. മഞ്ഞ ബെഡ് നമുക്ക് വേണ്ട ഗൈസ്. സോ എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഫുഡ് എന്തായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഗൈസ്. ഓക്കെ, സോ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ വെറുതെ നമ്മളിങ്ങനെ നടന്നു. സോ നമുക്കങ്ങനെ സെക്കൻഡ് വില്ലേജും കൂടി കിട്ടിയതാണ്. എനിക്കൊന്നും നമുക്ക് ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻ്റ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോ അതിൻ്റെ വേറെ സമയമായിട്ടുണ്ട്. കാരണം എനിക്ക് വീഡിയോ ഇന്ന് ഇച്ചിരി റിസ്ക് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പം നമുക്ക് വീഡിയോ ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പം വീഡിയോ അത്ര ലെങ്ത്ത് കൂട്ടാത്തത്. പിന്നെ ചെറിയൊരു പ്രശ്നം ഉണ്ട്, ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം ഗൈസ്. എന്നാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. എനിക്ക് തോന്നുന്നു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. സമയമൊന്നും ആയിട്ടില്ല. എന്നാലും നമുക്ക് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്തേക്കാം. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ അല്ലേ. നമുക്ക് എവിടെയെങ്കിലും സേഫായിട്ട് ഔട്ട്ഡോർ പറയാം. സേഫ് ആവാനൊന്നുമില്ല, നമ്മളൊന്നും ആരും കൊല്ലാൻ പോകുന്നില്ല. ഏത് മല്ലവൻ വന്നാൽ പോലും എന്നെ ഒന്ന് കൊല്ലാൻ പോയിട്ടൊന്ന് തൊടാൻ പോലും പറ്റില്ല ഗൈസ്. ഹേ ബ്രോ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ മൊബൈൽ നല്ലപോലെ എന്താ പറയുക ഹീറ്റ് ആവുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് പറഞ്ഞത്. സോ നമ്മൾ ഡേ വണ്ണിൽ നമ്മൾ 2 വില്ലേജ് കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ ഇന്നത്തെ ഓക്കെ ഫ്രണ്ട്സ്. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഗെയിം പ്ലേ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. വേറെ ഏതെങ്കിലും ഗെയിംസിനെ കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. സോ എന്തായാലും നമുക്ക് അടുത്ത പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ. സപ്പോർട്ട് ചെയ്യുക. കീപ്പ് 100 സബ്ബാണ്. റോഡ് ടു 100 ആണ്. സോ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ബൈ.